അല്ല, സത്യം പോലും എൻ്റെ സത്യം മറ്റൊരാൾക്ക് സത്യമായിട്ട് തോന്നണമെന്നില്ല. എല്ലാവർക്കും ഓരോ സത്യങ്ങളുണ്ട്, ന്യായമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ 2 പാർട്ടി ഭരിക്കുന്നത്, ഇടത് വലത്. ഇപ്പോൾ മൂന്നാമതൊരു പാർട്ടിയും വരുന്നു, ആൾക്കാരെ തന്നെ ഇഷ്ടപ്പെടുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ സത്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. പുതിയ സത്യം BJP. അതാണ് പുതിയ സത്യം BJP അല്ലേ? ചേട്ടൻ എന്തുകൊണ്ടാണ് BJP എന്നൊരു പാർട്ടിയിലേക്ക് കൂടുതൽ താല്പര്യം തോന്നാനുള്ള ഒരു കാരണം എന്താണ്? സ്വാഭാവികം ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് BJPയിൽ താല്പര്യം തോന്നുന്നത്? ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതും ഇന്ത്യയിൽ 15ഓളം സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതും BJP-യാണ്. അപ്പോൾ എന്ത് പറ്റും വെച്ചാൽ കാലങ്ങളായി 10-73 വർഷമായിട്ട് ഇന്ത്യയിൽ ഇടതും വലതും അല്ലെങ്കിൽ മറ്റു പാർട്ടികളായിട്ട് ഭരിച്ചിട്ട് നമ്മുടെ രാജ്യം വളരെ എന്താ പറയുക, ധനമുള്ള രാജ്യമാണ്. വളരെ സ്ട്രോങ് ആയി, ഫിനാൻഷ്യലി സ്ട്രോങ് ആയ രാജ്യമാണ്. പക്ഷേ ഈ രാജ്യത്തിന് ഇത്രയും കാലം ദാരിദ്ര്യമാണ് മറ്റേന്ന് പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ചു. 2014 ഇന്ത്യയിൽ ഒരു ടെക്ടോണിക് ഷിഫ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടായി. രാഷ്ട്രീയത്തിൽ തന്നെ ആ കാഴ്ചപ്പാട് മാറി. അതായത് നമ്മളടയ്ക്കുന്ന ടാക്സ് പണം നമുക്ക് നമ്മുടെ സൗകര്യങ്ങളായി വരേണ്ടതാണ്. അത് ഇത്രയും കാലം മോട്ടിച്ച് രാജ്യത്തിനെ നശിപ്പിച്ചു. അതിന് ഒരു 180 ഡിഗ്രി ടേൺ വന്നു 2014 തൊട്ട്. വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വികസനമാണ് വേണ്ടത്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് ഈ എത്രയോ വർഷങ്ങളിൽ ഒരു വികസനം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നത് ഒരു കഴക്കൂട്ടം കാരോടുന്ന ഒരു ബൈപ്പാസാണ്. ഇതേ സ്ഥലം പണ്ടും വേക്കൻ്റെ കിടന്നു. എന്തുകൊണ്ട് വന്നില്ല? ഇച്ഛാശക്തിയുള്ള ഒരു നേതാവില്ല. പിന്നെ കട്ടുമോട്ടിക്കാൻ വേണ്ടി മാത്രം കുറച്ചുപേർ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കില്ല. ഇതിനെതിരെ അതിശക്തമായൊരു സംഭവം കാണിച്ചു കൊടുത്തു. ഇനി ജനങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ആരെയാണ് വേണ്ടത്. നമുക്ക് മെച്ചപ്പെട്ട ജീവിതം വേണോ? നല്ല നേതാക്കൾ വരണം, നല്ല രാഷ്ട്രീയ പാർട്ടികൾ വരണം. ഇനി നാളെ ഇതിനേക്കാൾ ബെറ്റർ വരുമോ ഇല്ല. ഇന്ന് ഇന്ത്യയിൽ ഭരിക്കുന്ന BJP കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ നരേന്ദ്രമോദിയുടെ പദ്ധതികൾ മുഴുവൻ കൊണ്ടുവരണമെങ്കിൽ എങ്ങനെ പറ്റുന്നത്? ഇവിടെ BJPയുടെ ആൾക്കാർ വേണം. അവരും കേന്ദ്രവും തമ്മിൽ നല്ലൊരു ലിങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ വികസനം മുഴുവൻ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് BJP എന്നൊരു പാർട്ടിക്കാണ് ഇനി ഭാരതത്തിന്റെ ഫ്യൂച്ചറിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒറ്റ പാർട്ടി BJP-യാണ്. ജനങ്ങളും അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മെച്ചപ്പെട്ട ജീവിതവും കിട്ടും. ആണ്. ഒരു MLA ആയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അനാവശ്യ വാഗ്ദാനങ്ങൾ എന്ന് പറയും, അതായത് നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ തള്ളെന്ന് പറയും. തള്ളി മറിക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ പറയാവൂ, പറയുന്നത് ചെയ്യുകയും വേണം. അല്ലാതെ വെറുതെ വാക്കാണ് നമ്മൾ ഇത്രയും കാലം കേട്ടിട്ടുള്ളത്. ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. പാർട്ടി എന്തായാലും ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കി ഒരു പ്രകടന പത്രിക ഇറക്കും. 2014 പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാം ഒരു 3.5-4 വർഷം കഴിഞ്ഞപ്പോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു ഇന്ത്യയിൽ ശ്രീ നരേന്ദ്രമോദിയും BJP-യും. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ്. ഇനി വരാൻ പോകുന്ന പ്രകടന പത്രികയുണ്ട് ഇവിടെ. അത് പാലിച്ചില്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ചോദ്യം വരും. അതുകൊണ്ട് BJPയുടെ പ്രകടന പത്രിക ഒരു കാര്യം ഉറപ്പാണ്, അത് പാലിച്ചിരിക്കും. മറ്റുള്ളവരെ നമ്മൾ എപ്പോഴും കാണുന്നു ഫോട്ടോസ്റ്റാറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ തന്നെ വീണ്ടും കാണിക്കാം, കാരണം ഒന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഭരണം കയ്യിൽ വന്നു കഴിയുമ്പോൾ കാണാൻ പോകുന്ന പൂരത്തെ പറ്റി നമ്മൾ പറഞ്ഞു കേൾപ്പിക്കണം. ഒരിക്കലും വേണ്ട.